എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയം ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഒരുപാട് കാലങ്ങളായി അറിയാൻ ആഗ്രഹിച്ച് അലഞ്ഞിട്ടുള്ള ഒരു വിഷയവുമായിരിക്കാം. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചശക്തിയോട് ചോദിക്കേണ്ടത്, അതും പ്രപഞ്ചശക്തിക്ക് നിരസിക്കാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണിത്. അതുകൊണ്ട് തന്നെ അക്ഷമ കാണിക്കാതെ ക്ഷമാപൂർവം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. നമ്മളിൽ പലരും പലതവണ നമ്മോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമല്ലേ, എൻ്റെ ആഗ്രഹങ്ങൾ എന്താ ഈ പ്രപഞ്ചം കേൾക്കുന്നില്ലേ, എൻ്റെ പ്രാർത്ഥനകളൊന്നും ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം കേൾക്കുന്നില്ലേ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തേ ഒന്നും നടക്കാത്തത്, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നോർത്ത് നമുക്ക് വല്ലാത്ത നിരാശ തോന്നിയിട്ടുണ്ടാവും അല്ലേ. എങ്കിൽ ഇനി ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. ഈ പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് ചോദിക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയായാലും നടത്തി തരാതിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ചോദ്യരീതി ഉണ്ട് എന്നർത്ഥം. ആ രീതിയിൽ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നമുക്ക് തരാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ മുമ്പിൽ പുതിയ പുതിയ വാതിലുകൾ തനിയെ തുറക്കും. ഒന്നിനു പുറകെ ഒന്നായി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇത് പ്രപഞ്ച നിയമമാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചോദിച്ചിട്ട് ഒന്നും നടക്കാതെ പോയത്, ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തേ ഒന്നും ലഭിക്കാതെ പോയത് എന്നിങ്ങനെ. എന്നാൽ അതിനുള്ള ഉത്തരം എന്താണെന്നറിയാമോ? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പ്രപഞ്ചശക്തിയോട് ചോദിച്ചിരുന്നത് തെറ്റായ രീതിയിലായിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ എന്നർത്ഥം. അപ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ നമ്മൾ തിരുത്താൻ പോവുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ശരിയായ ഭാഷയും ചോദിക്കേണ്ട രീതിയും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും കാലം എന്തായിരുന്നു ചെയ്തിരുന്നത്? പ്രപഞ്ചശക്തിയോട് നമ്മൾ വല്ലാതെ യാചിച്ച് കരഞ്ഞ് അപേക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? പ്രപഞ്ചം നമ്മളുടെ ഇത്തരത്തിലുള്ള യാചനകളോടും അപേക്ഷകളോടും പ്രതികരിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രപഞ്ചം പ്രതികരിക്കുന്നത് വ്യക്തമായ വിശ്വാസത്തോടെയും അചഞ്ചലമായ ഉറപ്പോടും കൂടിയുള്ള നമ്മളുടെ ആഗ്രഹങ്ങളോടാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ വെറും സ്വപ്നങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആ രഹസ്യം എന്താണെന്ന് ഇന്ന് നിങ്ങൾ അറിയാൻ പോവുകയാണ്. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്കും പ്രപഞ്ചശക്തിയോട് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നും പ്രപഞ്ചശക്തിയിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകൾ പണവും സ്നേഹബന്ധങ്ങളും നല്ല ആരോഗ്യവും സന്തോഷവും മനസമാധാനവുമെല്ലാം അവരിലേക്ക് ആകർഷിച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു രഹസ്യ ഫോർമുലയുണ്ട്. ഒരുപക്ഷെ അവരത് അറിഞ്ഞുകൊണ്ട് പ്രയോഗിച്ചത് പോലും ആവില്ല, മറിച്ച് അവർക്കത് ജന്മസിദ്ധിയായി ലഭിച്ചതായിരിക്കാം. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് വെറും ഒരു മോട്ടിവേഷൻ വീഡിയോ മാത്രമല്ല. ഇത് നിങ്ങളുടെ എനർജിയും പ്രപഞ്ചശക്തിയുടെ എനർജിയും തമ്മിൽ കൂട്ടി കണക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രയോഗിച്ചു തുടങ്ങിയാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉടനടി ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭൂഗുരുത്വാകർഷണം പോലെയുള്ള ചില നിയമങ്ങൾ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ അവ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ ഈ കഷ്ടപ്പാടുകൾ മാറ്റാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വ്യക്തതയും ഉദ്ദേശശുദ്ധിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല വ്യക്തതയും കൃത്യവുമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയായിരുന്നു പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചിരുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്? അതിൽ വ്യക്തതയുണ്ടായിരുന്നോ? ഉദ്ദേശശുദ്ധി കൃത്യമായിരുന്നോ? എനിക്ക് സന്തോഷം വേണം, എനിക്ക് കുറെ പണം വേണം എന്നിങ്ങനെയല്ലേ പ്രാർത്ഥിച്ചിരുന്നത്? അതിന് ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വെയിറ്റർ ഓർഡർ എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം വേണം എന്നാണോ പറയാറ്? അങ്ങനെ വെറും ഭക്ഷണം വേണം എന്ന് മാത്രം പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ വെയിറ്റർക്ക് ആകെ ആശയക്കുഴപ്പം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് എന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് അയാൾ എങ്ങനെ അറിയാനാണ്? ഭക്ഷണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ടാവും ആ റെസ്റ്റോറൻറ്റിൽ? ചോറും കറികളും ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, ദോശയും ചട്നിയും ഉണ്ടാവും, കുഴിമന്തി ഉണ്ടാവും. അങ്ങനെ എത്രയോ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തവും കൃത്യവുമായി പറയാതെ അയാൾ ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുക? എന്ന് വെച്ചാൽ വെറും ഭക്ഷണം വേണം എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ലഭിക്കില്ല എന്നല്ലേ അർത്ഥം?
അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ, പ്രപഞ്ചവും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. എനിക്ക് കുറേ പണം വേണം അല്ലെങ്കിൽ പണക്കാരനാവണം എന്ന് പറയുന്നതിന് പകരം കൂടുതൽ വ്യക്തതയോടെ എനിക്ക് മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ കഴിയണം എന്നല്ലേ പറയേണ്ടത്? കൃത്യമായ ഒരു തുക പറയണ്ടേ? അതുമല്ലെങ്കിൽ എനിക്ക് സ്നേഹം വേണം എന്ന് പറയുന്നതിന് പകരം എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായി ഞാൻ സ്നേഹത്തിലാണ് എന്നല്ലേ പറയേണ്ടത്? ഇതിന് കാരണം പ്രപഞ്ചം വെറും ആഗ്രഹങ്ങളോട് പ്രതികരിക്കില്ല എന്നുള്ളതാണ്. മറിച്ച് അത് വ്യക്തതയുള്ള കാര്യങ്ങളോടെ പ്രതികരിക്കൂ. നിങ്ങൾ ചോദിച്ചതിൽ എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം വേഗത്തിൽ അത് യാഥാർത്ഥ്യമാവും. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും ആയിരിക്കണം. ഇനി രണ്ടാമത്തെ രഹസ്യം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, നമ്മൾ ചോദിക്കുന്നത് വളരെ ഇമോഷണലായിട്ടായിരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഭാഷ, പ്രപഞ്ചത്തിന് മനസ്സിലാവുന്ന ഭാഷ ഇമോഷൻസും ഇമേജസുമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തതയുള്ളതായാൽ മാത്രം പോരാ, മറിച്ച് നിങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് ആണ് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം എത്ര ശക്തമായാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഭയവും സംശയവും ആകുലതയുമാണെങ്കിൽ അത് പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളിലൂടെ പറയുന്നത് കേൾക്കില്ല, പകരം അത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഫീലിങ്സും ഇമോഷൻസുമാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര തീവ്രമായി ആഗ്രഹിച്ചിട്ടും ചിലതൊക്കെ നടക്കാതെ പോകുന്നത്. കാരണം അവരുടെ ആഗ്രഹം ഭയത്തോടെയും സംശയത്തോടെയും ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അതിനു പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം വ്യക്തതയോടുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി നിങ്ങളുടെ ഇമോഷൻസിനെ കൂടി ക്രമീകരിക്കുമ്പോൾ എല്ലാം ഒത്തുചേർന്ന് അത് വേഗത്തിൽ സാധ്യമാവുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളി വരുന്നത് വരെ കാത്തിരിക്കരുത് എന്നർത്ഥം. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കണം. ഈ ലോകത്തോട് മൊത്തം സ്നേഹം തോന്നണം. സ്വയം സ്നേഹിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ള തോന്നലിൽ ഇപ്പോൾ തന്നെ ആ ഇമോഷനിൽ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിക്കുകയല്ലാതെ പ്രപഞ്ചത്തിന് വേറൊരു വഴിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെയാണ് മിക്കവർക്കും സംശയവും ബുദ്ധിമുട്ടും തോന്നുന്നത്. ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലാത്ത ഒന്നിനെ എങ്ങനെ അത്തരത്തിൽ അനുഭവിക്കാൻ കഴിയും എന്ന് സംശയം തോന്നിയേക്കാം. ഇതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊരു ശാസ്ത്ര സത്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ അത് അനുഭവിക്കാൻ ശീലിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കുമോ അത് ഇപ്പോൾ തന്നെ അനുഭവിച്ച് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ആ രൂപത്തിലേക്ക് നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിച്ചതിലുള്ള അതേ സന്തോഷം മനസ്സിൽ അനുഭവിച്ച് ഫീൽ ചെയ്യുക. ആ വ്യക്തിയായി നിങ്ങൾ മാറുക. കാരണം നിങ്ങളുടെ വിചാരങ്ങളും വികാരങ്ങളും ഉദ്ദേശങ്ങളും ശരിയായ രീതിയിൽ ഒത്തുചേരുമ്പോൾ പ്രപഞ്ചം ഉടനടി പ്രതികരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് അത്രയ്ക്കും ശക്തിയേറിയ ഒരു ഉപകരണമാണ്. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും. അതിനുള്ള ചില പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് പലരും ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ കൺസൾട്ടേഷൻ എടുക്കാറുള്ളത്. അവരുടെ ബ്രെയിനിനെ ഇത്തരത്തിൽ മാലിന്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് റീപ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി. ഇനി പ്രപഞ്ചത്തിൻ്റെ ഭാഷയിലേക്കുള്ള മൂന്നാമത്തെ സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളെ നന്നായി വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളായാലും ഏറ്റവും വലിയ നേട്ടങ്ങളായാലും എത്ര വലിയ മഹാ അത്ഭുതങ്ങളായാലും അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ആദ്യം അതൊക്കെ കണ്ടുപിടിച്ച ആളുകളുടെ മനസ്സിൽ വെറുമൊരു ചിത്രമായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒരു ചിത്രം ഒരു സിനിമാ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണുന്നതിനെയാണ്, സൃഷ്ടിക്കുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നായ ദുബായിലെ ബുർജ് ഖലീഫ അവിടെ ഉയരുന്നതിന് മുൻപ് ഒരാളുടെ മനസ്സിലായിരുന്നു ഉയർന്നത്. അയാൾ മനസ്സിൽ കണ്ട ആ ചിത്രം അതിനുശേഷം അയാളോ അയാളുടെ ഗ്രൂപ്പോ ചേർന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒരിടത്ത് കണ്ണടച്ച് ശാന്തമായി സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം ഒരു ഫിലിം സ്ക്രീനിൽ കാണുന്നത് പോലെ, സിനിമ സ്ക്രീനിൽ കാണുന്നത് പോലെ കാണുക എന്നുള്ളതാണ്. വെറുതെ കണ്ടാൽ പോരാ, നല്ല ഫീൽ ചെയ്ത് കാണണം. എന്ന് വെച്ചാൽ നിങ്ങളൊരു BMW കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ വടിവത്ത ഡിസൈൻ, അതിൻ്റെ കളർ, നിങ്ങൾ ആ കാറിൻ്റെ ഡോർ തുറക്കാൻ വേണ്ടി ആ ഹാൻഡിൽ പിടിക്കുമ്പോഴുള്ള ആ സ്പർശം, അതുപോലെ തന്നെ ആ തുറക്കുമ്പോഴുള്ള ആ ശബ്ദം, ഡോർ തുറന്ന് ഉള്ളിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ ആ പുതിയ കാറിൻ്റെ ഗന്ധം,
ആ സീറ്റിനെ കവർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആ ചെറിയ ശബ്ദം, ആദ്യമായി ആ സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോഴുള്ള ആ സ്പർശനത്തിൻ്റെ സുഖം, അങ്ങനെ എല്ലാം ഫീൽ ചെയ്ത് അത് ലഭിച്ചു കഴിഞ്ഞതുപോലുള്ള ഫീലിങ്ങോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി, നന്ദിയോടുകൂടി അതിനെ അനുഭവിക്കുക. ഇനി നിങ്ങൾ സമ്പത്തിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിനകത്ത് നിറയെ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നതും ആ പേഴ്സ് തുറക്കുന്നതും നിങ്ങൾ കൈകൊണ്ട് ആ നോട്ടുകൾ എടുക്കുന്നതും എണ്ണുന്നതും അങ്ങനെ എല്ലാം അനുഭവിക്കുക. പുത്തൻ നോട്ടുകെട്ടുകളുടെ ഗന്ധം മൂക്കിൽ അനുഭവിക്കുക. എൻ്റെ കയ്യിൽ ഇത്രയും കാശുണ്ടല്ലോ എന്ന സന്തോഷം മനസ്സിൽ നന്ദിയോടെ അനുഭവിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആകുമ്പോൾ വരുന്ന ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോഴുള്ള സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യുക. അക്കൗണ്ടിൽ പണം വന്ന് നിറയുമ്പോഴുള്ള ആ സന്തോഷം മനസ്സ് നിറഞ്ഞ് അനുഭവിക്കുക, ആസ്വദിക്കുക. ആ പണം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. ഇനി നിങ്ങൾ സ്നേഹബന്ധങ്ങളെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അനുഭവിക്കുക. അത് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക. അവരോടൊപ്പം എങ്ങനെയാണ് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അത് ഇപ്പോഴേ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെയും സംശയത്തെയും ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും വലിയ പ്രശ്നം വരുന്നത്. കാരണം അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതെല്ലാ കാര്യങ്ങളും ചെയ്താലും ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു സംശയം, ഭയം ഉള്ളിൽ നിൽക്കും. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അത്തരത്തിലുള്ള അദൃശ്ചികമായ മാനസിക തടസ്സങ്ങൾ നമ്മളെ പ്രപഞ്ചശക്തിയുടെ എനർജി വേവ് ലെങ്തിൽ നിന്ന് അകറ്റി നിർത്തുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളോട് പ്രപഞ്ചശക്തി അകന്നു നിൽക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, പണം സമ്പാദിക്കാൻ വലിയ പ്രയാസമാണ്, എനിക്ക് സ്നേഹബന്ധങ്ങളിൽ എപ്പോഴും പ്രശ്നമാണ്, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, വിജയം മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ്, ഞാൻ അത്രയ്ക്കും വലിയ തറവാട്ടിലൊന്നും ജനിച്ചിട്ടുള്ളവനല്ല, വിധിച്ചതുപോലെയല്ലേ നടക്കൂ എന്നിങ്ങനെയുള്ള പറഞ്ഞു പഴകിയ ചില വിശ്വാസങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ വർക്കാവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ആദ്യമേ മനസ്സിലാക്കുക, ഈ വിശ്വാസങ്ങളൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വെറും പറച്ചിലുകൾ മാത്രമാണ്. മാത്രവുമല്ല, ഈ വിശ്വാസങ്ങളൊന്നും നിങ്ങളുടെ സ്വന്തവുമല്ല. വളർച്ചയുടെ പാതയിൽ എവിടെ നിന്നോ ആരിൽ നിന്നോ കിട്ടിയ വെറും വിശ്വാസങ്ങൾ മാത്രമാണ്, പറച്ചിലുകൾ മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടെങ്കിൽ ആ വിശ്വാസങ്ങൾ പ്രപഞ്ചശക്തിയുടെ എനർജി ലെവലിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ വിശ്വാസങ്ങളെയൊക്കെ പറിച്ചെറിഞ്ഞ് കളയാതെയാണ് നിങ്ങൾ പ്രപഞ്ചശക്തിയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതെങ്കിൽ അത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അംഗീകരിച്ചു തരില്ല എന്നുള്ളതാണ്, അത് സാധിച്ചു തരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങളെ തകർത്തെറിയാൻ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം, നിങ്ങളുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യണം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം അല്ലെങ്കിൽ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നിങ്ങളതിനെ ചോദ്യം ചെയ്ത് ശീലിക്കണം. സ്വയം ചോദിക്കണം, ഈ ചിന്ത സത്യമാണോ അല്ലയോ എന്ന്, അതോ ആരോ പറഞ്ഞു കേട്ട വെറും ചിന്ത മാത്രമാണോ എന്ന്. എന്നിട്ട് ആ വിശ്വാസത്തെ അവിടുന്ന് മാറ്റി പകരം പോസിറ്റീവായ ശക്തമായ ഒരു വിശ്വാസത്തെ അവിടെ സ്ഥാപിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ അതിനെ അപ്പോൾ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് പകരം ഇങ്ങനെ പറയുക, വിജയം എനിക്ക് അർഹതപ്പെട്ടതാണ്, വിജയം എൻ്റെ സ്വാഭാവിക അവകാശമാണ്, ഞാൻ വിജയത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന്. ഇനി നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സമ്പന്നനാവാനൊന്നുമുള്ള പാരമ്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിനെയും അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പകരം ഇങ്ങനെ പറയുക, ഞാൻ സമ്പത്തിനും സന്തോഷത്തിനും സ്നേഹത്തിനും പൂർണ്ണ അർഹനാണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സമ്പത്തും എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്, എത്ര എടുത്താലും തീരാത്തത്ര സമ്പന്നമാണ് ഈ പ്രപഞ്ചം എന്നിങ്ങനെ പറയുക. നിങ്ങളിങ്ങനെ ഓരോന്നിനും കൂടുതൽ കൂടുതൽ പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാണെന്ന് അംഗീകരിക്കാൻ തുടങ്ങും, വിശ്വസിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഓരോന്നായി മാറി തുടങ്ങുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ കേൾക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. ഇത്തരത്തിൽ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള സഹായത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചവുമായി നേരിട്ട് കണക്ഷൻ സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിറയ്ക്കുക എന്നുള്ളത്. ഞാൻ മിക്കവാറും വീഡിയോകളിലും ക്ലാസ്സുകളിലുമൊക്കെ സ്ഥിരമായി പറയാറുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയാം, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്, അത് നന്ദി പറയുന്ന ശീലം പ്രാക്ടീസ് ചെയ്താൽ അത് നിങ്ങളും പ്രപഞ്ചവുമായി ഒരു ഡയറക്റ്റ് കണക്ഷൻ രൂപപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പ്രപഞ്ചത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനോട് നന്ദി കാണിക്കുകയും ചെയ്യുമ്പോൾ അതിന് നിങ്ങളോടൊപ്പം ചേരുകയല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. അതിലേക്ക് നിങ്ങൾ ക്രമീകരിക്കപ്പെടുക എന്നത് മാത്രമേ ഉള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ കൈകളിലാണ്. ഇതിങ്ങനെ വെറുതെ കണ്ട് കേട്ട് പോയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതൊക്കെ പ്രാക്ടിക്കലായി നടപ്പിൽ വരുത്തുന്നതിലാണ് കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ കൂടുതൽ പ്രോഗ്രാമുകളെ പറ്റിയും ഫ്രീ വെബിനാറുകളെ പറ്റിയും വർക്ക്ഷോപ്പുകളെ പറ്റിയും ഒക്കെ അറിയിക്കുന്നതിനായും മറ്റ് അപ്ഡേറ്റുകൾക്കായും അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ പ്രേക്ഷകരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്കും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് താല്പര്യമുള്ള ആളുകൾക്ക് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.